മൊത്തൊരു ഒഴുക്കുണ്ടല്ല, ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. ബാക്കി ഭവിഷ്യത്തുകളൊന്നും ആലോചിച്ചുകൊണ്ടല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, സാമൂഹിക ലെവലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, മാതാപിതാക്കളെ വേദനിപ്പിച്ചാലും പ്രയാസപ്പെടുത്തിയാലും വരാവുന്ന മാനസികമായ വിഷമങ്ങളെക്കുറിച്ചോ ആത്മീയമായ വിഷമങ്ങളെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നും ആലോചിച്ചുകൊണ്ടല്ല. അതുവരെ തീറ്റിപ്പോറ്റിയ മാതാപിതാക്കൾ, ഇതുവരെ വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള മാതാപിതാക്കൾ, അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുള്ള മാതാപിതാക്കൾ, ഊണിലും ഉറക്കിലും തങ്ങളുടെ മക്കൾ എന്ന് തന്നെ ചിന്തിച്ച് ജീവിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് കൈകൊടുക്കാൻ മാത്രം, തങ്ങൾ പറയുന്ന ആണിന് കൈകൊടുക്കാൻ മാത്രം, തങ്ങൾ കൊണ്ടുവരുന്ന ഇണ അതാരാണെങ്കിലും അവർക്ക് കൈകൊടുത്തുകൊണ്ട് കെട്ടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പാവകളായി അവർ മാറുക എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന മനസ്സിന്റെ നോവ്, മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദന, ആ വേദനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ബോധവാന്മാരാകണം. സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഒരു ചെറിയ വിഷയം കൊണ്ട് പെട്ടെന്ന് തകർന്നേക്കാം. ഒരു ചെറിയ അപകടം മതി നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ. ആ ഒരു അപകടത്തിൽ അവിടെയും ഇവിടെയും മുട്ടുമ്പോൾ തലച്ചോറ് ഇളകിയാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പോയി. അതിൽ അവിടെ ഒരു മുറിയായി, ഇവിടെ ഒരു മുറിയായി, അവിടെ പുറപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ സൗന്ദര്യവും പോയി, ഫേസ് തന്നെ മാറിപ്പോകില്ലേ? ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ പെൺകുട്ടികൾ, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ പറയുന്നതല്ല, എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പരീക്ഷണാർത്ഥം വരാമല്ലോ. എല്ലാം എത്തിക്കഴിഞ്ഞ് ദുരിതങ്ങളിൽ അകപ്പെട്ട ശേഷം മാത്രം ഉണർത്തിയാൽ പോരല്ലോ. തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആകമാനം സമൂഹ ഗാത്രത്തെ ഒന്നിച്ച് ബാധിച്ചുകൊണ്ടു പോകുമ്പോൾ ആ സമയത്ത് തന്നെ ഉണർത്തണമെന്ന്